കൃഷ്ണേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നല്ല. അനക്കോനെ പണ്ടേ അറിയുന്നതല്ലേ. എന്താ അറിയേ എടാ, 51 പവനും കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ അവന് കെട്ടിച്ചു കൊടുത്തനെ. ഇപ്പം നോക്കിയാട്ടെ അവളെ കഴുത്തിൽ നങ്ക് പോലത്തെ മാലയല്ലാണ്ട് വേറെ ഒറ്റയാള് എല്ലാം കൊണ്ടേ കളഞ്ഞില്ലേ. അല്ലപ്പോൾ നിങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. ഓളെ സ്വർണം വിറ്റിട്ട് പണയം വെച്ചിട്ടില്ല അവൻ ഗൾഫിൽ പോയിനെ. ആടെ എത്തി നോക്കുമ്പോൾ അവന് വിചാരിച്ച പണി തന്നെ അവന് കിട്ടിയേ അല്ലല്ലോ. ഓനെ കൊണ്ടുപോയി അവനെ പറ്റിച്ചല്ലേ കൃഷ്ണേട്ടാ. നിങ്ങളിന്ന് ഇങ്ങനെ പറയുന്നേ. അച്ഛൻ ഇപ്പൊ ഒന്നിനേ ഉള്ളൂ. അച്ഛൻ പിന്നെ വരാം കേട്ടാ. മോള് പോയി പിന്നെ വരാം. നീ ഉള്ളു പറയൊന്നും വേണ്ട. എൻ്റെ മോക്ക് ഇവനേക്കാളും നല്ലൊരുത്തിനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. ശരിയാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഓളെ കൊണ്ട് പുതിയൊരു കല്യാണം കഴിപ്പിക്കാനും പറ്റും. പക്ഷേ ഈ കയറിപ്പോയ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ഒരു അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. സുബീഷേ, ഇനി ഇത് പറയാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ നോക്കൊരു പുതിയ ആലോചനയിൽ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നീ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോടും. എന്താടാ? എടാ നടക്കൂല. അയാൾ എന്തെല്ലോ ഒന്ന് പറയുന്നത്. എടാ ഓളൊരു പാവ. അച്ഛനെ പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന എനിക്കറിയാം. ഞാൻ വിളിച്ചാൽ അവള് വരും. ഞാൻ ഒന്ന് വിളിക്കാം. നീ വെറുതെ ചൊറയാക്കണ്ട. നമുക്ക് വേറെ ആരെങ്കിലും സംസാരിപ്പിക്കാം. അതാ നല്ലേ. ഇളയെല്ലാം മുടിപ്പിച്ചിട്ട് ഇപ്പം മാധ്യസ്ഥത്തിന് ആളെ വിട്ടിന്. അല്ലച്ചാ, എന്നാ കല്യാണത്തിനെല്ലാം പറഞ്ഞാട്ടെ. പിന്നെ അല്ലാണ്ട് നമുക്ക് വേറെ നോക്കണം. നോക്കിക്കോ, പക്ഷെ അച്ഛൻ തന്നെ കഴിക്കേണ്ടി വരും. ഞാൻ നാളെ മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകും. എന്ന് നിന്റെ തന്നിഷ്ടത്തിനോരോന്ന് ചെയ്താണ്ടല്ലോ, പിന്നെ നീ വീണ്ടും പടിയേറുണ്ടാവില്ല. അങ്ങനെ അച്ഛൻ പറയാറ്. ഞാൻ ഒരിക്കലും കൂടി വരും. ആ 51 പാവേ അച്ഛന് തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ.